പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവവും 12ാമത് പ്രതിഷ്ഠാ വാർഷികവും മെയ് 7 മുതൽ 13 വരെ തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവവും തൃക്കൊടിയേറ്റും ഉത്സവബലി ദർശനവും ആറാട്ടും 12ാമത് പ്രതിഷ്ഠാ വാർഷികവും വിവിധങ്ങളായ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ഭക്ത്യാദരപൂർവ്വം മെയ് 7 മുതൽ 13 വരെ കൊണ്ടാടുകയാണ്. കൊടിയും കൊടിക്കൂറയും മെയ് 7-ന് ചെങ്ങളത്തു നിന്നും ഉച്ചകഴിഞ്ഞ് 3-ന് രഥഘോഷയാത്രയായി പുറപ്പെട്ട് വൈകിട്ട് 5-ന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രോപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ മാടപ്പാട്, തണ്ടുവള്ളി, കറ്റോട്, കക്കയം, കാണിക്കവഞ്ചി, കണ്ണമ്പുര എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് പട്ടർമഠം ആൽത്തറയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. മെയ് 7 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ആമേടമന വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പപൂജ, പ്രസാദഊട്ട്. വൈകിട്ട് 7-ന് ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായരുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി ഭദ്രദീപം പ്രകാശനം നടത്തും. കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം അനൂപ് ചന്ദ്രൻ നിർവഹിക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന് മണിമലക്കാവ് ദേവസ്വത്തിന്റെ ആദരം നൽകും. തുടർന്ന് ചികിത്സാ സഹായ വിതരണവും അദ്ദേഹം നിർവഹിക്കും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം ക്ഷേത്രം മേൽശാന്തി മഹേഷ് ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. മുനിസിപ്പൽ കൗൺസിലർ പ്രിയ സജീവ്, ട്രസ്റ്റ് വനിതാ സംഘം പ്രസിഡന്റ് ഭാർഗവി B. നായർ, വിവിധ സമുദായ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിക്കും. പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ തന്നാണ്ടിലെ തിരുവുത്സവവും പ്രതിഷ്ഠാ വാർഷിക കലശവും 2025 മെയ് 7 മുതൽ 13 വരെ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മെയ് മാസം 7-ാം തീയതി ആമേടമന വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പപൂജ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. അന്നേ ദിവസം വൈകുന്നേരം ചെങ്ങളത്തു നിന്നും കൊടിയും കൊടിക്കൂറയും ഏറ്റുവാങ്ങി 5 മണിക്ക് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി മാടപ്പാട്, തണ്ടുവള്ളി, കറ്റോട്, കണ്ണമ്പുര വഴി പട്ടർമഠം ആൽത്തറയിലെത്തി അവിടെ നിന്നും വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ താലപ്പൊലിയോടുകൂടി ക്ഷേത്രത്തിൽ കൊടിയും കൊടിക്കൂറയും എത്തിച്ചേരും. പൊതുസമ്മേളനത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും. മെയ് 8 വ്യാഴാഴ്ച വൈകിട്ട് 5:30-നും 6-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ്. തുടർന്ന് കലാപരിപാടികൾ, പ്രസാദഊട്ട്. മെയ് 12-ന് ഉച്ചയ്ക്ക് 12-ന് ഉത്സവ ബലിദർശനം. തുടർന്ന് പ്രസാദഊട്ട്. വൈകിട്ട് 8 മുതൽ വിളക്കിനെഴുന്നള്ളിപ്പ്, ഐമ്പറ, വലിയ കാണിക്ക. മെയ് 13-ന് രാവിലെ 7-ന് പൊങ്കാല. വൈകിട്ട് 4-ന് ആറാട്ടുപൂജ. തുടർന്ന് ആറാട്ട് പുറപ്പാട്. കറ്റോട്, കക്കയം, കാണിക്ക മണ്ഡപം, കണ്ണമ്പുര, പട്ടർമഠം ആൽത്തറ വഴി പട്ടർമഠം ആറാട്ടുകടവിൽ പൂജ. തുടർന്ന് ആറാട്ട് സദ്യ. 9-ന് ചേർത്തല ഉദയപ്പനാശാന്റെ പ്രമാണത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ടെതിരേൽപ്പ്. തുടർന്ന് കൊടിയിറക്ക്. വാർഷിക കലശം. മെയ് 7 മുതൽ 13 വരെ തിരുവരങ്ങിൽ ഓട്ടൻതുള്ളൽ, കൈകൊട്ടിക്കളി, തിരുവാതിരകളി, ചാക്യാർകൂത്ത്, ഭരതനാട്യ കച്ചേരി, ഡാൻസ്, നൃത്തങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ, സെക്രട്ടറി ചന്ദ്രബാബു ആലേക്കൽ, ദേവസ്വം മാനേജർ ദിനേശൻ പുളിക്കപ്പറമ്പിൽ, രക്ഷാധികാരി മുരളി പനമറ്റം, ട്രസ്റ്റ് വനിതാ സംഘം പ്രസിഡന്റ് ഭാർഗവി B. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.